അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. എത്രയും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അവനെ ശ്രീകരനെ തടയാൻ ഇനി നമുക്കാർക്ക് സാധിക്കില്ല. അവിടെ നിക്ക്. ഇനി എന്താ പ്രശ്നം മോളെ? ഇങ്ങനെ പറയാമോ എന്നൊന്നും അറിയില്ല എന്ന് കരുതി മനസ്സിലുള്ളത് പറയാതിരിക്കാനും പറ്റുന്നില്ല. എന്തിനാ നമുക്കിടയിലെ മുഖപുര? മനസ്സിൽ മറച്ചു വെക്കുന്നത് എന്തിനാ? പറയാൻ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും പെട്ടെന്ന് പറയൂ. ശ്രീകരേട്ടന് മെമ്മറി ലോസ് ആയതല്ലേ. ഇങ്ങനൊരു സമയത്ത് അദ്ദേഹം കാർ ഡ്രൈവ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. റെഗുലർ ആയിട്ട് പോയിരുന്ന സ്ഥലങ്ങളൊന്നും ഇപ്പൊ ശ്രീകരേട്ടന് ഓർമ്മയുണ്ടാവില്ല. കൺഫ്യൂഷൻ ആയി പോയില്ലേ? ആ കൺഫ്യൂഷനിൽ അറിയാതെ എങ്ങാനും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റ് ഇടല്ലേ നിഹാരിക? കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാലോ എന്നൊരു പേടി പോലെ. അതമ്മേ, നിഹാരിക പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നമ്മുടെ കുടുംബത്തിനല്ലേ അതിന്റെ നഷ്ടം. അവിടെ കുറെ ഗ്രാമങ്ങളെ ബാധിക്കുന്ന കാര്യമാ. അമ്മയൊന്ന് ആലോചിച്ചു നോക്ക്. എന്തൊക്കെയാ പറയുന്നേ? അതെ അമ്മേ, ആവനിക്ക് എന്തു പറ്റിയാലും കുഴപ്പമില്ല. ശ്രീകരൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അമ്മയുടെ അതേ ജാതകമായിട്ട് വന്ന നിഹാരികയായിട്ട് കല്യാണം നടക്കാതെ പോവും. അപ്പൊ വർഷങ്ങളായി നടത്തി വരുന്ന ആചാരം നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ? അബദ്ധത്തിൽ പോലും ഇനി ഒരാളും അങ്ങനെ സംസാരിക്കരുത്. അവന് ഈ വീട്ടിലെ കുട്ടിയാ, അവക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അവനീ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. റൂട്ടൊക്കെ അവള് പറഞ്ഞു കൊടുത്തോളൂ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? വേദ പറഞ്ഞതും ശരിയായിട്ടുള്ള കാര്യമല്ലേ? അപകടം സംഭവിക്കുന്നത് വരെ എല്ലാം നല്ല രസമായിരിക്കും മുത്തശ്ശ. പറയുന്നത് ഞങ്ങളുടെ ധർമ്മം. അതനുസരിച്ചില്ലെങ്കിലേ വിധിയാണെന്ന് കരുതിയാ മതി. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാക്കമ്മേ. ഓഫീസിലെ കാര്യങ്ങള് ഇന്നല്ലെങ്കിൽ നാളെ വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ആൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോളെ അവനി, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഇന്ന് പോണ്ട മോളെ. അതേ മോളെ, കമ്പനിക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തേക്കാൾ പ്രാണനഷ്ടം ഉണ്ടാകാതെ നോക്കണ്ടേ മോളെ? നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ പോയിക്കോളാം. എല്ലാവരും പറഞ്ഞിട്ടും എന്തിനാ നിനക്ക് ഇത്ര വാശി? ഞങ്ങൾക്ക് പോകാൻ പറ്റും. എങ്ങനെ? മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാവും. എന്താ മാർഗം? എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറയാം മോളെ. കീ ഒന്ന് തരാമോ? നിങ്ങൾ കേറിക്കോ ഏട്ടാ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ശ്രീകരേട്ടൻ ഇവിടെ ഇരുന്നാ പിന്നെ വണ്ടി ആരോ ഓടിക്കാൻ പോകുന്നേ? ഞാൻ ഓടിക്കും. നീയോ? നിനക്ക് ഡ്രൈവിംഗ് അറിയോ? അറിയാം, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലെന്ന് കരുതി എനിക്ക് അറിയില്ലെന്നാ? നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ അത് സത്യമല്ലെന്നാ? നിനക്കപ്പൊ ഈ ടാലന്റും അറിയാവോ മോളെ? ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ടാവുമല്ലോ ഏട്ടാ. ഓരോ സന്ദർഭത്തിൽ അത് പുറത്തു വരിക. നീ ഒരു ചില്ലറക്കാരിയല്ല. ലോകത്ത് തിന്മയല്ലേ ചേച്ചി കൂടുതലുള്ളത്? ജീവിക്കണമെങ്കിൽ ഇത്രയെങ്കിലും പഠിച്ചു വെക്കണ്ടേ? ഡ്രൈവിംഗ് അറിയാന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു മോളെ. അമ്മേ, ഞാൻ ഇതിനു മുമ്പ് ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജോലി ചെയ്തിരുന്നേ. അപ്പൊ ഞാൻ വലിയ വലിയ വാനുകൾ വരെ ഓടിച്ചിട്ടുണ്ട്. വണ്ടി കംപ്ലൈന്റ് ആയാലും ഡ്രൈവേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും സ്പോട്ടിൽ നിന്നും ഞാൻ ആ വെഹിക്കിൾസ് ഒക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നേ. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ പോയി വരാം. ശരി മോളെ, ശ്രദ്ധിക്കണേ. ബായ് നിഹാരിക. എന്റെ ഈശ്വര, എല്ലാത്തിനും ഒരു പരിഹാരമായല്ലോ. എന്തായാലും അവന് വളരെ മിടുക്കി.
ഞങ്ങളെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്താ നിനക്ക് പ്ലസ് ആവുമെന്നാ കരുതിയേ. ഇപ്പൊ അവനിക്ക് പ്ലസ് ആയി. ആവനിയുടെ ആട്ടം കണ്ടിട്ട് ശ്രീകരൻ എല്ലാ കാര്യവും പെട്ടെന്ന് ഓർമ്മ വരുമെന്ന് തോന്നുന്നു. ഇറങ്ങേട്ടാ. ചേച്ചിനെയോ അളിയനെയോ സൗമ്യനെയോ കണ്ട ശ്രീകരേട്ടന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ഓഫീസിലേക്ക് പോകാതെ നമ്മള് ഈ വീട്ടിലേക്ക് വന്നത് എന്തിനാ? ഈ വീട് കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ വീട്ടിലുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ആരുടെ വീടാ ഇത്? എന്റെ ചേച്ചി സുജാതയുടെ വീടാ. ഓ ആണല്ലേ. ചേച്ചിനെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോകാൻ വരൂ. ഓഫീസിലെത്താൻ ലേറ്റ് ആവില്ലേ? ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോകാൻ വരൂ. ശരി. ചേച്ചി, നിനക്ക് സുഖാണോ ശ്രീകർ? നിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ ചേച്ചിയാ സുജാത. ഇത് ചേച്ചിയുടെ മോള് സൗമ്യ. നമസ്കാരം ചേച്ചി. പരിചയമില്ലാത്ത പോലെ പെരുമാറുന്നത് എന്താ ശ്രീകർ? ചേച്ചി ഇപ്പോഴല്ലേ ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് ഈ വീട്ടിലേക്ക് വന്നതൊന്നും നിനക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? ഞാൻ ഈ വീട്ടിലേക്ക് വന്നിരുന്നോ? ഈ മോള് എന്നെ ചെറിയച്ചനാണോ വിളിക്കാറ്? നിനക്ക് ഈ വീടുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് മോനെ. ഇങ്ങോട്ട് ഒരുപാട് തവണ നീ വന്നിട്ടുണ്ട്. അയ്യോന്റെ ചേച്ചി, എനിക്ക് പക്ഷേ വന്നതുപോലെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അവന് നിന്റെ ആരാണെന്ന് അറിയാമോ? അറിയാലോ. അവള് നിന്റെ ആരാ? അവനി എന്റെ ചെറിയമ്മയുടെ മോളാ. അമ്മയും പറഞ്ഞിരുന്നു, ഡോക്ടറും പറഞ്ഞിരുന്നു. എനിക്ക് വേണ്ടി ചോക്ലേറ്റ്സ് കൊണ്ടുവരായിരുന്നു, ഐസ്ക്രീമും കൊണ്ടുവരായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുമ്പോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഞാനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാ ചേച്ചി പറയുന്നേ. അയ്യോ, എന്താ ചേച്ചിക്ക് പറ്റിയേ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഏട്ടാ, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ തിരിച്ചു വരാം. ചേച്ചി, നിങ്ങളൊന്ന് വാ. വാ ചേച്ചി. ചേച്ചി, എനിക്ക് തന്നെ കേട്ടിട്ട് സഹിക്കുന്നില്ല. നിനക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നേ? നിങ്ങളുടെ കല്യാണ കാര്യം തുറന്നു പറഞ്ഞാലും ശ്രീകരൻ ഒന്നും ഓർമ്മ വരില്ല. ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറയാൻ പോവാ. ഇതിനേക്കാളും വലിയ എന്ത് നഷ്ടങ്ങൾ ഉണ്ടാവാനാ ഇനി? ചേച്ചി, ചില കാര്യങ്ങളൊന്നും പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് പറയാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. മേജർ ഇൻസിഡൻസ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അപ്രോച്ച് നടത്തരുത്. അതൊരു ട്രീറ്റ്മെന്റ് പോലെ ഞാൻ തന്നെ ശ്രീകരനോട് പറയണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അദ്ദേഹം ക്യൂർ ആവണമെന്നുള്ള തിടുക്കത്തിൽ, ആഗ്രഹത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രീകരേട്ടനോട് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പോലും ഇതുവരെയും സംസാരിച്ചിട്ടേ ഇല്ല. ഈ സമയത്ത് കല്യാണക്കാര്യം പറയണമെങ്കിൽ ഡോക്ടർ മുഖേനയോ അമ്മ മുഖേനയോ അറിയിക്കണം.
രണ്ടും നമുക്ക് പ്രശ്നമാണ്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ചതിക്കാണെന്ന് കരുതാനുള്ള സാധ്യതയുണ്ട്. കുറച്ചു ദിവസങ്ങളോ കുറച്ചു മാസങ്ങളോ ഈ പരീക്ഷണം നേരിടാതെ വഴിയില്ല. നിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾക്കും ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്റെ ജീവിതം എപ്പോഴാ ഒന്ന് രക്ഷപ്പെടുന്നേ? ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു നോക്കാം. ഏട്ടനെ ഓഫീസിലേക്ക് കൊണ്ടുപോണം. ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങളെ കണ്ട എന്തെങ്കിലും മെമ്മറീസ് തിരിച്ചു കിട്ടുമെന്നുള്ള ആഗ്രഹത്തിലാ കൊണ്ടുവന്നേ. അതെല്ലാം ഇപ്പൊ വെറുതെ ആയിപ്പോയി. പോവാൻ ചേച്ചി, വാ. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ ചെറിയച്ച? അവനി തന്റെ ചേച്ചിയുടെ മോള് എന്നോട് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. സൗമ്യ, അടുത്ത തവണ വരുമ്പോ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ വിട്ടേക്ക്. സൗമ്യ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സത്യം തന്നെ ശ്രീകർ. ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതെന്റെ അമ്മയോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്റെ ഡോക്ടറോട് പറഞ്ഞോളൂ. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. പുറത്തുള്ളവരെ പറയുന്നത് വിശ്വസിച്ചാലേ ഞാൻ ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടേക്കാം. അവനി, നമുക്ക് പോയാലോ? പോയി വരാം ചേച്ചി. വരൂ ഏട്ടാ, വാ. ഹലോ ബ്രദർ. ബ്രദറോ? ആരാ നിങ്ങള്? ഞാൻ ആരാണെന്നോ? സുജാതയുടെ ഭർത്താവാ, അവനിയുടെ അളിയനാ. ഞാൻ ആരാണെന്ന് ശരിക്കും അറിയാത്തതുപോലെ നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. സി മിസ്റ്റർ, നിങ്ങളുടെ മുന്നിൽ വെറുതെ അഭിനയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിങ്ങൾ ആരാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ശ്രീകരേട്ടന് ഈയിടെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അതുകൊണ്ട് ഏട്ടനിപ്പോ ആരെയും ഓർക്കാൻ പറ്റാറില്ല അളിയ. പുതിയ നാടകവാ. ടൈറ്റിൽ എന്താ ഇട്ടേക്കുന്നത് നിങ്ങള്? ഈ നരസിംഹം വെറുമൊരു മരമണ്ടനെ പോലെ തോന്നിയോ നിങ്ങൾക്ക്? ദേ നോക്കിയ ശ്രീകരെ, എനിക്കിപ്പോ ഒരു ക്ലാരിറ്റി വേണം. അത് കിട്ടിയാലേ നിനക്ക് പുറത്തിറങ്ങാൻ കഴിയൂ. അവന് നിന്റെ ഭാര്യയല്ലേ? അവനീ നിന്റെ ഭാര്യയല്ലേന്നാ ഞാൻ ചോദിച്ചത്. മര്യാദയ്ക്ക് മറുപടി പറ. എന്തിനാ എന്നെ അടിച്ചത്? അവന് എന്റെ ഭാര്യയാകുന്ന എങ്ങനെയാ? തോന്നിവാസം പറഞ്ഞുകൊണ്ടല്ലോ. ഞാനിതുവരെ കല്യാണം പോലും കഴിച്ചില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേര് നിഹാരിക എന്നാ. അവനെ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്തിനാ ടോർച്ചർ ചെയ്യുന്നേ? ഇയാളെന്ത് തോന്നിവാസ പറയുന്നേ? പറയുന്നതിനൊരർത്ഥം വേണ്ടേ? താൻ എന്റെ ഭാര്യയാണെന്നോ? അവനി, ഇനി ഒരിക്കലും എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. പോകാം, വായിട്ടാ. ശരിക്കും ഈ വീട്ടിൽ എന്താ നടക്കുന്നേ? അവൻ എന്താ അങ്ങനെ സംസാരിച്ചത്? ശരിക്കും അവൻ പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്കൊരു ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ചോദിച്ചെന്നാ കാരണം അടിച്ചു പൊളിക്കും. വാടി ഇങ്ങോട്ട്. ഇതിപ്പോ എന്താന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നീലകണ്ഠായ നമഃ. ഓം കൈലാസവാസായ നമഃ.
ഗൗതമി, എന്താ ഏട്ടാ? പൂജാമുറിയിലുള്ളത് വികാസാണോ? ഓം ജടാധരായ നമഃ. അതെ ഏട്ടാ, എന്റെ അനിയൻ തന്നെ. അവനെന്താ പറ്റിയത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ആവനിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചത് മുതൽ ഇവനൊരു മനുഷ്യനായി മാറാനുള്ള ശ്രമമാണോന്നാ സംശയം. കള്ള് പാലാവില്ല, പാല് കള്ളും ആവില്ല. അതും സത്യ. ഇനിയിപ്പോ പാലിന്ന് കള്ളുണ്ടാക്കിയാലും വികാസ് ഒരിക്കലും മനുഷ്യനായി മാറില്ല, അതുറപ്പാ. ഓം ഗംഗാധരായ നമഃ. ഇന്ന് ഭൂകമ്പമോ പ്രളയമോ ഉണ്ടാവുമെന്നാ തോന്നുന്നു. രാവണാസുരൻ ശിവന്റെ പ്രീതി നേടാൻ വേണ്ടി തപസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിക്കാം വാ. വായേട്ടാ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. വികാസ്, എന്താണ് നീ കാണിച്ചു വെക്കുന്നത്? ചേച്ചി, വാട്ട്സ് യുവർ പ്രോബ്ലം? ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടളിയാ. മരിച്ചവർക്ക് മാലയിടുന്നത് പോലെ ഇട്ടതെന്താ? കൂടാതെ പൂജാമുറിയിൽ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നോ? എന്താടാ നീ ഇങ്ങനൊക്കെ കാണിക്കുന്നേ? ശരിക്കും നീ എന്റെ അനിയനായി പോയല്ലോ. അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ സ്വഭാവം കണ്ട് ചങ്കു പൊട്ടി മരിച്ചേനെ. അതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും നേരത്തെ പോയത്? അവരുടെ കാര്യം നീ അങ്ങ് മാറ്റി വെച്ചേക്ക്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ എന്തിനാ ഈ പണി ചെയ്തേ? ഈ ഒരു കോൺസെപ്റ്റിന്റെ ഉദ്ദേശം എന്താ? അവനെയായിട്ടുള്ള കല്യാണം പെട്ടെന്ന് നടന്നില്ലെങ്കിൽ രണ്ടുപേരെയും ഞാൻ കൊന്നുകളയില്ലേ? കൂടെ നിന്ന് ഗ്രാൻഡ് ആയിട്ടൊരു ശവയാത്ര നടത്താം. അതുപോലെ അന്ത്യകർമ്മങ്ങളും ഗംഭീരമായിട്ട് നടത്താം. 13 ദിവസം കഴിയും വരെ ഇതുപോലെ പൂമാലയിട്ട് പ്രാർത്ഥിച്ചോളാം ഞാൻ. അതിനാ ഇപ്പോഴേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ബോട്ടം ലൈൻ എന്താണെന്നാ, എൻ്റെ കല്യാണം നിങ്ങളുടെ മരണകാരണം. ആവനിയായിട്ടുള്ള നിന്റെ കല്യാണം തീർച്ചയായിട്ടും നടന്നിരിക്കും. നീ അത് നോക്ക്. ഇവൻ കാണിക്കുന്ന ക്രൂരതയൊക്കെ കണ്ടോ? സഹനത്തിന് അതിരുകളില്ലാതെയാകുമ്പോ വിക്കെ പോലെ ആകും എല്ലാവരും. ആഹാ, എന്റെ പോയിന്റ് കൃത്യമായിട്ട് പിടിച്ചു. നിങ്ങൾ നാളെ വന്ന് മുഹൂർത്തം കുറിക്കണമെന്ന് ഒന്നുകൂടെ ഒന്ന് ഫോഴ്സ് ചെയ്യണം. ആവനിയുടെ വികാസിന്റെ മുഹൂർത്തം എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട്ടില് ഇതുപോലെ ഇനിയും പേക്കൂത്തുകൾ കാണേണ്ടി വരും. നിലവിൽ ആ വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ശ്രീകർ എല്ലാ കാര്യങ്ങളും മറന്നുപോയത് ശരിക്കും നിനക്കൊരു അനുഗ്രഹമായില്ലേ? എന്തനുഗ്രഹം? വള്ളിക്കേട്ട. എന്താ ഉണ്ടായത്? ശ്രീകർ പൂർണ്ണമായിട്ട് എന്റെ റൂട്ടിലേക്ക് വരുമെന്ന് കരുതിയപ്പോ ആവനെ ശ്രീകറിനെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. ശ്രീകർ ആവനിയെ മറന്നാലും ആ ആവനി ഇപ്പോഴും ശ്രീകറിനെ വെറുതെ വിട്ടിട്ടില്ല. എന്നിട്ട് നീ എന്ത് ചെയ്തു? രണ്ടുപേരും ഒരുമിച്ച് യാത്ര പോകുന്നത് കണ്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് യാത്ര അയച്ചു വന്നോ? സിറ്റുവേഷൻ ഞാൻ പിടിച്ചെടുത്ത് നിന്നില്ല വികാസ്. ഇങ്ങനത്തെ ന്യായീകരണം എനിക്ക് വേണ്ട. എന്റെ ഭാവി ഭാര്യ അവന്റെ കൂടെ പോയെന്നോ? ഒരുമിച്ച് പോയെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. ആവനിയായിട്ടുള്ള നിന്റെ കല്യാണം ഞാൻ ഉറപ്പായിട്ട് നടത്തും. 6-ാം തീയതി നിങ്ങളുടെ കല്യാണത്തോടൊപ്പം എന്റെ കല്യാണവും നടക്കണം. 6-ാം തീയതി കഴിഞ്ഞാ പിന്നെ നിന്റെ ഫോട്ടോയും ഞാൻ അതിന്റെ കൂട്ടത്തിൽ വെക്കും. എന്തൊരു കഷ്ട മോളെ ഇത്. നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. അറ്റാക്ക് വരാത്ത വിധത്തിൽ കേൾക്കണം. എന്താടി? വികാസിനെ
നമ്മുടെ രാമനെ പോലെ സത്യസന്ധനായിട്ട് വേദവതി അമ്മയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തതല്ലേ? അതെ. ഇവന്റെ സ്വഭാവം അവരെങ്ങാനും അറിഞ്ഞോ മോളെ? അവരറിഞ്ഞിട്ടില്ല, പക്ഷെ അത് ആവനെ അറിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ നിങ്ങളോട് ഫോണിൽ സംസാരിച്ചിരുന്നപ്പോ അവനെ എല്ലാം കേട്ടു. ആ വീട്ടില് ഞാൻ അത്രയധികം സൂക്ഷ്മതയോടെ പെരുമാറിയ പോലും ഇടയ്ക്ക് അറിയാതെ അവരുടെ മുമ്പിൽ പെട്ടുപോകും. വികാസിനെ കുറിച്ച് അറിഞ്ഞിട്ടും അവന് വേദവതിയോട് കാര്യങ്ങൾ പറയാതിരുന്നതുകൊണ്ടാ. കല്യാണക്കാര്യം പുറത്തു പറയുമെന്ന് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തതുകൊണ്ട് ഒന്നും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയില്ല. അതുകൊണ്ട് വികാസിന്റെ ആവനിയുടെയും കല്യാണത്തിന് എത്ര പെട്ടെന്നൊരു മുഹൂർത്തം കുറിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. നാളെ വന്ന് മുഹൂർത്തത്തിന്റെ കാര്യമൊന്ന് സംസാരിക്കണം. അതുപോലെ ഈ കാര്യങ്ങള് ആ സാഡിസ്റ്റ് അറിയാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൗതമി, ഒരു സ്ട്രോങ് കോഫി ഉണ്ടാക്കി തരുമോ? എനിക്ക് നല്ല തലവേദനയുണ്ട്.